ജമായത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രൊജക്റ്റ് വളരെ സക്സസ്ഫുൾ ആയി എന്ന് പറയേണ്ടി വരും. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ശ്രദ്ധ UDFനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഒരു മുസ്ലിം ഏകോപനം ഉണ്ടാക്കുക, മുസ്ലിം സമുദായത്തെ പരമാവധി UDFിലേക്ക് ഏകോപിപ്പിച്ച് ആ ഒരു വിജയം അവർക്ക് നേടിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വലിയ എഫേർട്ട് കഴിഞ്ഞ 1-1.5 വർഷമായിട്ട് ജമായത്ത് ഇസ്ലാമിയും പിന്നെ മീഡിയ വൺ അവരുടെ ചാനലായ മീഡിയ വൺ ഒക്കെ നടത്തിയിരുന്നു. മീഡിയ വൺ തന്നെ അവകാശപ്പെടുന്നത് അവരാണ് അജണ്ട സെറ്റ് ചെയ്തത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട അവരാണ് സെറ്റ് ചെയ്തതെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് തന്നെ അറിയാം എത്രത്തോളം വലിയൊരു ഇൻഫ്ലുവൻസ് ആണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു ജമായത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണൊക്കെ ചെലുത്തിയതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയായിരുന്നു UDFിൻ്റെ ഒരു വമ്പൻ വിജയം. CPMനെ പോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടീനെ എത്ര ജനവിരുദ്ധ നയങ്ങൾ അവർ സ്വീകരിച്ചെന്ന് പറഞ്ഞാലും അവരുടെ ബേസ് ഇളക്കുന്ന രീതിയിൽ മലബാറിലെ പല മണ്ഡലങ്ങളിൽ അവരുടെ ബേസ് ഇളക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഈ പറയുന്ന ജമായത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ജമായത്തെ ഇസ്ലാമിയാണ്. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്, കോൺഗ്രസ്സുകാർക്ക് പോലും അറിയുന്നതാണ്. കോൺഗ്രസ്സിൽ തന്നെ ഒരു വലിയ വിഭാഗത്തിന് ഇത് വ്യക്തമായിട്ട് അറിയാം എന്നുള്ളതാണ് വസ്തുത. അതുമാത്രമല്ല VD സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കണം. അതുകൊണ്ട് തന്നെ ജമായത്തെ ഇസ്ലാമിയുടെ ആ ഒരു പ്രൊജക്ട് പൂർണ്ണമായും സക്സസ്ഫുൾ ആയി എന്ന് പറയേണ്ടി വരും. കാരണം VD സതീശൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ അവർക്ക് ചെറിയൊരു വിഷമം വരാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. കാരണം ആ സക്സസ്ഫുൾ ആയില്ല, പൂർണ്ണമായും അവരുടെ ഒരു പ്രൊജക്ട് സക്സസ്ഫുൾ ആയില്ല എന്നുള്ളൊരു വാദം വരുമായിരുന്നു. ഇതിപ്പോൾ VD സതീശൻ കൂടി മുഖ്യമന്ത്രി ആയതോടുകൂടി അവർക്ക് കൂടി സ്വീകാര്യനായ ഒരു വ്യക്തിയെ മുഖ്യമന്ത്രിയാക്കേണ്ട ഒരു സാഹചര്യം കോൺഗ്രസിനുണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ VD സതീശൻ കോൺഗ്രസ്സുകാരനാണ്, അദ്ദേഹം അർഹനാണെന്നുള്ള കാര്യത്തിലൊന്നും ചിലപ്പോൾ സംശയം ഉണ്ടാവും. കാരണം അദ്ദേഹം സ്വാഭാവികമായിട്ട് ഒരു കണ്ടൻഡർ തന്നെയായിരുന്നു. പക്ഷേ സതീശൻ എങ്ങനെ മുഖ്യമന്ത്രിയായി എന്നുള്ളതാണ്. കാരണം കോൺഗ്രസ്സിലെ ഭൂരിപക്ഷം MLA മാരും സതീശിനെ എതിർത്തിട്ടും അതുകൂടാതെ വർക്കിംഗ് പ്രസിഡന്റുമാരൊക്കെ സതീശിന് വിരുദ്ധമായുള്ള നിലപാട് സ്വീകരിച്ചിട്ടും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിൻ്റെ പ്രഷർ, ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പ്രഷറാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിപ്പോൾ വർഗീയതയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വർഗീയതയാവും? കാരണം ഒരിക്കലും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ അതെങ്ങനെയാണ് വർഗീയതയായി മാറുക? സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ വിമർശിക്കുകയാണെങ്കിൽ അത് മുസ്ലിം സമുദായത്തിനെതിരെയാണ്, ജമായത്ത് ഇസ്ലാമിയെ പോലുള്ളൊരു തീവ്ര സംഘടനയെ വിമർശിക്കുകയാണെങ്കിൽ അത് മുസ്ലിം സമുദായത്തിനെതിരെയാണെന്നുള്ളൊരു നെഗറ്റീവ് വരുന്നുണ്ട്. അത് പലപ്പോഴും ഇപ്പോൾ പല നേതാക്കളും പ്രയോഗിക്കുന്നുണ്ട്. അത് അവരുടെ ഒരു കൃത്യമായിട്ടുള്ളൊരു ടൂളാണ്, അത് വെച്ചിട്ട് അവരുടെ അജണ്ട നടപ്പാക്കുക എന്നുള്ളതാണ്. ഇരവാദം പറഞ്ഞിട്ട് എന്തായാലും ജമായത്തെ ഇസ്ലാമി നടത്തിയ ഒരു ശ്രമത്തിൻ്റെ അല്ലെങ്കിൽ അവർ ഒഴുക്കിയ വിയർപ്പിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് UDFിൻ്റെ ഈ ഒരു വമ്പൻ വിജയം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പം മലബാറിലെ പല പ്രദേശങ്ങൾ എങ്ങനെയാണ് മതം ഒരു ടൂളായിട്ട് മാറി എന്നുള്ളതൊക്കെ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ, നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് VD സതീശൻ മുഖ്യമന്ത്രിയായത് അദ്ദേഹം ഈ സമുദായ സംഘടനകളെ ധീരമായി ചെറുത്ത് തോൽപ്പിച്ചാണ്, അല്ലെങ്കിൽ അവരെ വകവയ്ക്കാതെ ഒരു ധീരമായ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ഒരു വിരോധാഭാസമായിട്ടാണ് തോന്നുന്നത്. കാരണം VD സതീശനാണ് ഈ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയ്ക്ക് കേരള സമൂഹത്തിൽ അടുത്ത കാലത്ത് ഒരു സ്വീകാര്യത നൽകിയത്. 1, 2, 3 തവണ അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞൊരു കാര്യമാണ്, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറഞ്ഞതാണ്. അതായത് ജമായത്ത് ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദമില്ല, അവർക്ക് വർഗീയവാദമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ സംഘടനയെ ശരിക്കും ഒന്ന് വെളുപ്പിച്ചെടുത്തു എന്നുള്ളത് നമുക്ക് മുമ്പിൽ നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനുള്ള ഒരു പ്രത്യോപകാരം എന്നുള്ള രീതിയിൽ തന്നെയാണ് ജമായത്ത് ഇസ്ലാമി അത്രയും വലിയൊരു വർക്ക് VD സതീശനും UDFിനൊക്കെ വേണ്ടി ചെയ്തത്. അതുമാത്രമല്ല അവർ സഖ്യമായിട്ട് തന്നെയാണ് മത്സരിച്ചത് എന്നുള്ളതും നമുക്ക് മുമ്പിലുള്ള. അപ്പോൾ ഈ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഇതേ രീതിയിൽ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇടപെടുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു എക്കോ സിസ്റ്റം ഉണ്ട്, അത് അവർ കൂടി ഡെവലപ്പ് ചെയ്തെടുത്തൊരു എക്കോ സിസ്റ്റമാണ്. പക്ഷേ കേരളത്തിന് പുറത്ത് ആ രീതിയിലുള്ള ഒരു സാഹചര്യമില്ല. ഇപ്പം മമതാ ബാനർജിയുടെ വീഴ്ചയിൽ ഒരു പ്രധാന പങ്ക് ജമായത്തെ ഇസ്ലാമിക്കുണ്ട്. കാരണം ജമായത്തെ ഇസ്ലാമിയാണ് മമതാ ബാനർജിയെ ഈ രീതിയിൽ റാഡിക്കലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയത്. അതായത് മമതാ ബാനർജിയുടെ സംഘടന ഒരു പ്രോ ഇസ്ലാമിസ്റ്റ് ലൈനിലേക്ക് മാറിയതും അതിനെ തുടർന്ന് ഇപ്പോൾ ഒരു ഹിന്ദു ബാക്ക്ലാഷ് ഉണ്ടായി. ഒടുവിൽ മമതയ്ക്ക് അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായതൊക്കെ ഈ ജമായത്ത് ഇസ്ലാമിയുടെ ഒരു ഹാൻഡി വർക്ക് ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബംഗ്ലാദേശ് ജമായത്ത് ഇസ്ലാമി എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, അവർ പ്രത്യേകിച്ച് ഇന്ത്യൻ ബോർഡർ മേഖലകളിലൊക്കെ അവർ ഏത് രീതിയിലുള്ള പ്രകോപനമാണ് സൃഷ്ടിക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. ഇപ്പം തന്നെ അവർ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ബംഗ്ലാദേശ് ജമായത്ത് ഇസ്ലാമി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ബംഗാളിലും നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ബംഗാളിലും ആസാമിലൊക്കെ അവരുടെ പ്രൊജക്റ്റ് പൂർണ്ണമായും പാളി എന്നുള്ളതാണ്. ആ 2 സംസ്ഥാനങ്ങളിലും BJPക്ക് അധികാരത്തിലെത്താൻ സാധിച്ചു. അസം തിരിച്ചു പിടിച്ചു, ബംഗാളാണെങ്കിൽ ചരിത്ര വിജയം നേടി എന്നുള്ളതാണ്. അപ്പോൾ അവിടെയുള്ള ഹൈന്ദവരെ സംഘടിപ്പിക്കുന്നതിൽ ഈ ജമായത്ത് ഇസ്ലാമിയുടെ വലിയൊരു വർഗീയത
ഒരു ഫാക്ടറായി മാറിയിട്ടുണ്ട്. ഇപ്പം കേരളത്തിലും ആ രീതിയിലേക്കാണ് പോകുന്നത്. ഇപ്പം എല്ലാവരും ആഘോഷിക്കും UDFിൻ്റെ വിജയം അങ്ങനെയാണ്, ഈ പറയുന്ന മുസ്ലിം ലീഗിന് വർഗീയതയില്ല, ജമാഅത്ത് ഇസ്ലാമിക്ക് വർഗീയതയില്ല, വർഗീയത മുഴുവൻ ഹിന്ദു സമുദായ സംഘടനാ നേതാക്കൾക്കാണെന്നുള്ള ഒരു നെറേറ്റീവ് ഒക്കെ കൊണ്ടുവരും. അതിന് ഒരുപാട് കൈയടിക്കാനുള്ള ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും മുസ്ലിം ലീഗിനും ജമാഅത്ത് ഇസ്ലാമിക്കും കീഴ്പ്പെട്ടു എന്നുള്ളതൊരു വസ്തുതയാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു മാറ്റമാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന മുസ്ലിം ലീഗ് അല്ലേ ഇപ്പോൾ എന്നതാണ് വസ്തുത. 10 വർഷം മുമ്പൊക്കെ മുസ്ലിം ലീഗിനെതിരെ പല ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വർഗീയ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. വർഗീയവാദം, അതുകൂടാതെ സ്വജനപക്ഷവാദം, ഇത്തരം ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിലും നിലവിൽ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു മുസ്ലിം ലീഗാണ്. കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരു എക്സിസ്റ്റൻസ് പോലും ജമാഅത്ത് ഇസ്ലാമി കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ, മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ ഒരു വലിയ സ്വാധീനം ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട്. അവരുടെ അംഗസംഖ്യ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ അവർ പറയുമെങ്കിൽ അത് അവരുടെ ഒരു ടൂളാണ്, അല്ലെങ്കിൽ ഒരു ടാക്ടിക്സ് ആണ്. അവർക്ക് ശക്തി ആകുന്നവരെ ഇത്തരം ഒരു ഇരവാദമൊക്കെ പറഞ്ഞ് പരമാവധി പിടിച്ചു നിന്ന് മെയിൻ സ്ട്രീമിലേക്ക് വരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ജമാഅത്ത് ഇസ്ലാമി സംഘടനയെക്കുറിച്ച് കൂടുതൽ പഠിച്ചാൽ അത് മനസ്സിലാവും. പക്ഷേ അവർക്ക് വലിയൊരു ഇൻഫ്ലുവൻസ് മുസ്ലിം സമൂഹത്തിലുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ CPM പോലുള്ളൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ ഒന്നുമല്ലാതാക്കാൻ, മലബാറിൽ പോലും ഒന്നുമല്ലാതാക്കാൻ ജമാഅത്ത് ഇസ്ലാമിക്ക് സാധിച്ചു എന്നുള്ളത് അവരുടെ ഒരു വലിയ ശക്തി തന്നെയാണ് തെളിയിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ സതീഷിനെ കുറിച്ച് ഇപ്പോൾ പറയുമ്പോൾ, VD സതീഷിനെ കുറിച്ച് പറയുമ്പോൾ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങനെയാണല്ലോ ഇപ്പോൾ നമുക്ക് പറയേണ്ടത്, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് ഇപ്പോഴും പ്രശംസിക്കപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം എപ്പോഴും ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്നുവെന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഈ വർഗീയതയുടെ കാര്യത്തിൽ വരുമ്പോൾ, ഇപ്പോൾ ഈ പറയുന്ന മുസ്ലിം മത സാമുദായിക പാർട്ടിയായ, കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം മത സാമുദായിക പാർട്ടിയായ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ അദ്ദേഹം തേടിയിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പിന്തുണ അദ്ദേഹത്തിന് നന്നായിട്ട് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെയും കൂടെ ഒരു റിസൾട്ടാണ് കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിനൊപ്പം തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളെ അദ്ദേഹം തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. പല വേദികളിലും അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ആ സംഘടനയെ വെളുപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ വർഗീയവാദികളല്ല, അവർ കുഴപ്പമില്ല, അവർ പ്രശ്നക്കാരല്ല എന്നാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സതീശൻ്റെ ഈ സമുദായ സംഘടനകൾക്കെതിരെയുള്ള നിലപാടൊക്കെ വൺ വേ ട്രാഫിക്കാണ്. ഒരിക്കലും അദ്ദേഹം ഒരു നിഷ്പക്ഷ രീതിയിലല്ല ഇത്തരം സമുദായ സംഘടനകളെ കൈകാര്യം ചെയ്തതെന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പിന്നെ കോൺഗ്രസിൻ്റെ ഒരു ദയനീയ അവസ്ഥ അതുകൂടി ഇതിനൊപ്പം പറയേണ്ടതാണ്. നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇപ്പോൾ വയനാട്ടിൽ വന്ന് മത്സരിക്കേണ്ട ഒരു സാഹചര്യം കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾക്ക്, അതായത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ അവർക്ക് കേരളത്തിൽ വന്ന് അഭയം പ്രാപിച്ച് അവരുടെ രാഷ്ട്രീയ ഭാവി നിലനിർത്തേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറെ കൗതുകകരമായി തോന്നിയത് KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അവസാന ഒരു മിനിറ്റുകൾ വരെ പോരാടി എന്നുള്ളതാണ്. എന്തിനാണ് അങ്ങനെ അദ്ദേഹം ചെയ്തതെന്നുള്ളതാണ് ഒരു ചിന്തയായിട്ട് വരുന്ന കാര്യം. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ കാര്യം കൈകാര്യം ചെയ്യുന്ന അത്രയും പവർഫുള്ളായുള്ള ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തി പോലും ദേശീയ രാഷ്ട്രീയത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പോലും കേരളത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി, ഇനിയൊരു അധികാരത്തിൽ തിരിച്ചു വരുമോ കോൺഗ്രസ്, അല്ലെങ്കിൽ കോൺഗ്രസിന് അധികാരത്തിൽ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത വിദൂര ഭാവിയിൽ പോലുമില്ല എന്നൊരു തിരിച്ചറിവ് തന്നെയാണ് ഈ രീതിയിൽ ഇപ്പോൾ KC വേണുഗോപാലിനെ പോലും ചിന്തിപ്പിച്ചതെന്ന് പറയേണ്ടി വരും. കാരണം അവിടെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം അവിടെ തന്നെ നിൽക്കേണ്ടതല്ലേ. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊരു സർക്കാർ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2029 അധികാരത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കും, ഏറ്റവും ചുരുങ്ങിയത് ആഭ്യന്തരമന്ത്രിയായിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം നിൽക്കുമ്പോഴാണ് അദ്ദേഹം അതെല്ലാം കൈവിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോസ്പെക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറികടന്നുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് തീരുമാനിച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് പറിച്ചു നടാൻ, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് മാറാൻ ശ്രമിച്ചത്. അപ്പം അത് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ദയനീയ അവസ്ഥ തന്നെയാണ് വെളിവാക്കുന്നത്. അപ്പം ഇതാണ് രാഷ്ട്രീയം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കുറച്ചു കാലം ആ ഒരു ഹണിമൂൺ പീരീഡൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് സതീശൻ മുഖ്യമന്ത്രിയായി, അദ്ദേഹത്തിന് ഒരുപാട് അണികളുണ്ട്, അദ്ദേഹത്തിന് സപ്പോർട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടൊക്കെ ഇവിടെ നിന്നാണെന്നുള്ളത് നമുക്കറിയാം, അതിന് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാൽ പോലും വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ദിനങ്ങൾ തന്നെയാണ് VD സതീശനെ കാത്തിരിക്കുന്നത്. പിന്നെ BJPയെ സംബന്ധിച്ച് ഒരു കാര്യമുണ്ട്. കാരണം BJPക്ക് ഈ ജമാഅത്ത് ഇസ്ലാം എന്ന് പറയുന്ന സംഘടനയെ വിമർശിക്കാൻ വളരെ മികച്ച രീതിയിൽ സാധിക്കും. കാരണം ജമാഅത്ത് ഇസ്ലാമിയെ നിലവിൽ
വിമർശിക്കാൻ സാധിക്കുന്ന, കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന നിലവിൽ വിമർശിക്കാൻ സാധിക്കുന്ന, ധൈര്യത്തോടെ അവരുടെ വർഗീയതയെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഏക സംഘടന ഭാരതീയ ജനതാ പാർട്ടിയാണ്. കാരണം LDFനോ UDFനോ അത് സാധിക്കില്ല. LDFിലെയും UDFിലെയും കക്ഷികൾക്കൊന്നും സാധിക്കില്ല. സ്വാഭാവികമായിട്ടും ജമാഅത്ത് ഇസ്ലാമി വിമർശനം മുസ്ലിം വിമർശനമായിട്ട് അവർ മാറ്റിയെടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ അത് ഭയം അവർക്ക് ഉണ്ടാക്കുമെന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പം സ്വാഭാവികമായിട്ടും BJPക്ക് ശരിക്കും നല്ലൊരു രാഷ്ട്രീയ സ്പേസ് കേരളത്തിൽ വരാൻ പോവുകയാണ്. VD സതീശൻ മുഖ്യമന്ത്രി ആയത് BJPയെ സംബന്ധിച്ച് ഏറെ ഗുണകരമായുള്ളൊരു കാര്യമാണെന്നുള്ളതും ഒരു വസ്തുതയാണ്.